are going to discuss about comparison between throughput costing and absorption costing. So here നമുക്കറിയാം ത്രൂപുട്ട് കോസ്റ്റിങ്ങിനും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനും സിമിലാരിറ്റീസും ഉണ്ട്, അതേപോലെ തന്നെ ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അവർ തമ്മിലുള്ള ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങും ത്രൂപുട്ട് കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്നുള്ളതെന്ന് ആദ്യം നോക്കാം. First point, in both methods direct material costs are treated as product cost. They are charged to the unit produced during the period irrespective of whether they are sold or not. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ പ്രോഡക്റ്റ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏതിൽ? ത്രൂപുട്ട് കോസ്റ്റിങ്ങിലും അതേപോലെ തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പ്രോഡക്റ്റ് സോൾവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ രണ്ടിലും അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡുകളൊക്കെ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെയൊക്കെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്കാണ് ചാർജ് ചെയ്യുന്നത് രണ്ട് കോസ്റ്റിംഗ് മെത്തേഡിലും. Then third point, when the quantity sold is equal to quantity produced, both methods report the same amount of profit. അതായത് ത്രൂപുട്ട് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണ്? മറ്റുള്ളതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇൻവെൻറ്ററി ലെവൽ ഏറ്റവും മാക്സിമം 0 ആക്കി വയ്ക്കുക. അതായത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് മുഴുവൻ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കോൺട്രിബ്യൂഷനോട് ഈക്വൽ ആയിരിക്കും. അതായത് ത്രൂപുട്ട് കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും അവിടെ രണ്ടിലും എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് സെയിം തന്നെയായിരിക്കും. The next differences between throughput costing and absorption costing. അതിൽ ഒന്നാമത്തെ പോയിന്റ്, അണ്ടർ ത്രൂപുട്ട് കോസ്റ്റിംഗ് ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ട്രീറ്റഡ്. നമ്മളുടെ ബേസിക് ഡിഫറൻസ് ആണ്. ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ഡയറക്റ്റ് മെറ്റീരിയൽസിനെ മാത്രമാണ് പ്രോഡക്റ്റ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഡയറക്റ്റ് മെറ്റീരിയൽ അതേപോലെ തന്നെ ലേബർ, വേരിയബിൾ ഓവർഹെഡ്സിനെയും പ്രോഡക്റ്റ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ്, ഇൻ ത്രൂപുട്ട് കോസ്റ്റിംഗ് all cost other than direct material cost are treated as period cost. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ സെല്ലിംഗ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് പീരീഡ് കോസ്റ്റ്. അവിടെ ഉള്ളൊരു വ്യത്യാസം, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കോസ്റ്റിനെയും പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ സെല്ലിംഗ്, ജനറൽ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡുകളൊക്കെയാണ് പീരീഡ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഡിഫറൻസ്, അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് സ്റ്റോക്ക്, ഐഡിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാല്യൂഡ് അറ്റ് ദ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് എക്സ്പെൻസസ്. പക്ഷേ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിനെ വാല്യൂ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓൺലി. കാരണം ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റിനെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The last difference, when the quantity sold is less than quantity produced, the profit will be understated in throughput costing when compared to the profit under absorption costing. അത് നേരത്തെ നമ്മൾ സിമിലാരിറ്റി പറഞ്ഞിരുന്നു. ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് ക്വാണ്ടിറ്റി സെയിൽ ചെയ്തതിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ത്രൂപുട്ട് കോസ്റ്റിങ്ങിലും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലും വരുന്ന പ്രോഫിറ്റ് ഈക്വൽ ആയിരിക്കും. എന്നാൽ ക്വാണ്ടിറ്റി സോൾവ് ചെയ്തിട്ടുള്ളത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാളും ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ അണ്ടർസ്റ്റേറ്റഡ്, അതായത് കുറവായിരിക്കും കമ്പയർഡ് ടു അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പ്രോഫിറ്റ്. ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ത്രൂപുട്ട് കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലും ത്രൂപുട്ട് കോസ്റ്റിങ്ങിലും എങ്ങനെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, എന്താണ് ഇത് രണ്ടിലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ പറയാം. The following performance statistics are extracted from the records of a company which has just completed first year of its operations. അതിൽ പ്ലാൻഡ് ഔട്ട്പുട്ട് 1 lakh യൂണിറ്റ്സ് ആണ്, ആക്ച്വൽ ഔട്ട്പുട്ടും 1 lakh യൂണിറ്റ്സ് തന്നെയാണ്. സെയിൽസ് 90,000 യൂണിറ്റ്സ് അറ്റ് rupees 80 per unit. Direct material cost per unit rupees 15. Direct labor cost rupees 4 lakhs. Variable manufacturing overhead expenses rupees 6 lakh. Fixed manufacturing overhead expenses rupees 20 lakhs. Variable administrative and selling overheads rupees 10 per unit. Fixed administration and selling overheads rupees 10 lakhs. അപ്പോൾ ഇത്രയും ഐറ്റംസ് തരുമ്പോൾ എങ്ങനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ രണ്ടിലും
കാണിക്കുന്ന പ്രോഫിറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്താണ് ആ വ്യത്യാസത്തിന് കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതിനോട് കൂടെ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ്, മാനുഫാക്ചറിങ്, ഇതെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ അത് കിട്ടി. അത് 45 lakhs ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. പക്ഷേ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊപ്പോർഷനേറ്റ് ബേസിസിലാണ്. പ്രൊപ്പോർഷനേറ്റ് ബേസിസ് എന്തിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് യൂണിറ്റ്സ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു the total number of units produced during the accounting period. എത്രയാണ് അൺസോൾഡ് സ്റ്റോക്ക് ഉള്ളത്, അതും അതേപോലെ തന്നെ എത്രയാണ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾക്ക് 1 lakh ആണ് സെയിൽസ് 90,000 ആണ് സെയിൽസ് നടന്നിരിക്കുന്നത്. 1 lakh യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ റിമൈനിങ് 10,000 ആണ് ഇവിടെ സ്റ്റോക്കായിട്ട് വരുന്നത്. ആ 10,000ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ 1 lakh നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രയാണോ കോസ്റ്റ് വന്നിരിക്കുന്നത്, 45 lakhs ആണ് ഇവിടെ കോസ്റ്റ് വന്നിരിക്കുന്നത്. 1 lakh പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 45 lakh വന്നിരിക്കുന്നു. അപ്പോൾ ഈ 45 lakhs ഡിവൈഡഡ് ബൈ ഔട്ട് ഓഫ് എന്തിലാണ് 1 lakh പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 45 lakh വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10,000 യൂണിറ്റ്സ് സ്റ്റോക്കായിട്ട് ഐഡിയലായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 45 lakhs ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 10,000. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4,50,000 കിട്ടും. അപ്പോൾ ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അത് 40,50,000 ആണ്. ഇനി ഇപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും പിന്നെ ത്രൂപുട്ട് കോസ്റ്റിങ്ങും നമ്മൾ ഡിഫറൻസ് പറഞ്ഞിരുന്നു. സ്റ്റോക്കിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഈ എല്ലാ ഐറ്റംസും, അതായത് എന്തൊക്കെ ഐറ്റംസ് നമ്മൾ ഉണ്ടോ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ്, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ സെയിൽസ് എത്രയാണെന്ന് നോക്കാം. സെയിൽസ് 90,000 യൂണിറ്റ്സ് ആണ്, 80 rupees ആണ്. സോ ടോട്ടൽ 72 lakhs. ഡിഫറൻസ് 31,50,000 ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 12,50,000 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതേ പ്രോബ്ലം തന്നെ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ നോക്കുക, സെയിൽസ് എന്ന് പറയുന്നത് 72 lakh ആണ്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. ഇനി അതിനോട് കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അത് 15 lakh ആണ്. അതായത് 1 lakh ഇൻറ്റു 15 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. 1 lakh ഇൻറ്റു 15. അപ്പോൾ 15 ആണ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ലെസ് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ മനസ്സിലാക്കുക, ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുക? ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓൺലി. വാല്യൂ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓൺലി. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 15 രൂപയാണ്. അപ്പോൾ 10,000 ഇൻറ്റു 15 1,50,000 കിട്ടും. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് വന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 4,50,000 ആണ്. അതേസമയം ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 1,50,000 ആണ്. അതിൽ നിന്ന് അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 13,50,000 ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ദെൻ ഈ സെയിൽസിൽ നിന്നും ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ 58,50,000 ആണ്. അതിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസുകളും കുറയ്ക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഫിക്സഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 9,50,000 ആണ്. സോ നമ്മൾ നേരത്തെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ചെയ്തപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു കിട്ടിയിരുന്നത്? 12,15,000 ആയിരുന്നു. ഇവിടെ 9,50,000. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 lakh ആണ്. ഈ 3 lakh എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ 3 lakh വന്നിരിക്കുന്നത് നമ്മളിവിടെ നോക്കുക, ക്ലോസിംഗ് സ്റ്റോക്കിന് നമ്മൾ വാല്യൂ ചെയ്തപ്പോൾ ഇവിടെ 4,50,000 ആയിരുന്നു. അതേസമയം ഇവിടെ 1,50,000 ആണ്. ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അതേസമയം അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന് വാല്യൂ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പ്രൊപ്പോർഷണൽ ബേസിസിലാണ്. പ്രൊപ്പോർഷണൽ ബേസിസ് എന്ന് പറഞ്ഞാൽ എത്ര കോസ്റ്റാണ് നമുക്ക് ഇത്രയും ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഇൻറ്റു അതിനായിട്ട് എത്രയാണ് ഐഡിയലായിട്ട് കിടക്കുന്ന സ്റ്റോക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഒറിജിനൽ വാല്യൂ കിട്ടും. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 4,50,000 ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന 44,50,000 ആണ്. ഇവിടെ 1,50,000 ആണ്. ആ ഡിഫറൻസ് 3 lakh ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇത് നോക്കുക. ഇൻ ദിസ് കേസ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബജറ്റഡ് ഔട്ട്പുട്ട് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ബിറ്റ്വീൻ ബജറ്റഡ് ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ് ആൻഡ് ആക്ച്വൽ ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ്. Therefore the actual fixed manufacturing overhead amount is equal to budgeted. Hence the overhead absorption rate is not used. നമ്മൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിവിടെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം ബജറ്റും ആക്ച്വലും സെയിം ആണ്. ആസ് എ റിസൾട്ട് ദർ ഈസ് നോ ഓവർ ഓർ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ് ഇൻ ദ കേസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഈ ഡിഫറൻസ് വന്നിരിക്കുന്നത് ദ ഡിഫറൻസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് 3 lakh arises due to the difference in the valuation of closing stock, that is 4,50,000 minus 1,50,000. ഓക്കെ, അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു.